നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതികരിച്ച സിനിമാ താരങ്ങൾക്കെതിരെയും ചലച്ചിത്ര മേഖലയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ്. ചില സിനിമകൾ ഉണ്ടാക്കുന്ന അത്ര ദോഷമൊന്നും നീറ്റ് പരീക്ഷ രണ്ടാമത് എഴുതിയതുകൊണ്ട് സമൂഹത്തിനുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തി എന്ന പേരിൽ നടക്കുന്ന ഈ ബഹളങ്ങൾ പുതിയ ചിത്രങ്ങളുടെ പരോക്ഷ പ്രമോഷനാണോ അതോ FCRA ഫണ്ട് നിയന്ത്രണങ്ങളോടും ദേശീയ അവാർഡ് ലഭിക്കാത്തതിനോടുമുള്ള അമർഷമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ചില സിനിമകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര ഉപദ്രവം ഉണ്ടോ അത്രയും ഉപദ്രവം നീറ്റ് പരീക്ഷ രണ്ടാമത് എഴുതിയതുകൊണ്ട് സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. പാറ്റയ്ക്കടിച്ച ഹിറ്റിൽ പല പൊയ്മുഖങ്ങളും പുറത്തു ചാടുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. നീറ്റ് പരീക്ഷ കുട്ടികളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില സെലിബ്രിറ്റികൾ കരഞ്ഞു ബഹളം വയ്ക്കുകയാണല്ലോ. ചിലർ ചില്ലറ മേടിച്ച് അഭിപ്രായം പറയുന്നു, ചിലർക്ക് ദേശീയ അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം. 1000 ആളുകൾ പോലും ഇല്ലാത്ത ഒരു സിനിമ സംഘടനയുടെ കുശുമ്പ്, അടിപിടി, കടിപിടി, പാരവെപ്പ്, ഈഗോ പോലുള്ള കുഞ്ഞു പ്രശ്നങ്ങൾ പോലും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ പറ്റാത്ത ചില സിനിമാക്കാരാണ് ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നും പറഞ്ഞ് വരുന്നത്. കുട്ടികളുടെ യുവാക്കളുടെ ഭാവിയിൽ ഇത്രയും ആശങ്കയുള്ള സിനിമാക്കാർ ഇനിയെങ്കിലും സിനിമയിലെ കള്ളുകുടി, മദ്യം, കഞ്ചാവ് ഉപയോഗം കാണിക്കുന്ന, അവയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സീനുകൾ സ്വന്തം സിനിമയിൽ നിന്നെങ്കിലും ഒഴിവാക്കിക്കൂടെ? സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ, ഡബിൾ മീനിങ്, ചീത്ത ഭാഷകൾ ഇനിയെങ്കിലും കുട്ടികളുടെ നല്ല ഭാവി ആലോചിച്ച് സിനിമയിൽ കുറച്ചുകൂടെ? ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതെ നോക്കുവാൻ എങ്കിലും ശ്രദ്ധിച്ചുകൂടെ? കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നുകൂടെ? കേരളത്തിൽ മദ്യനിരോധനം വേണമെന്ന് അഭിപ്രായപ്പെട്ടുകൂടെ? സിനിമാ സ്റ്റൈൽ കൊലപാതകങ്ങളും സിനിമയെ അനുകരിച്ച് പോലീസിനെ വിദഗ്ധമായി പറ്റിക്കുന്നതും ഇന്ന് കേരളത്തിൽ കൂടി വരികയാണ്. സമൂഹത്തിൽ ആക്രമണ സ്വഭാവം വർദ്ധിച്ചു വരുന്നതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട് എന്നത് തെളിയിക്കപ്പെട്ടതാണ്. പണ്ട് മദ്യവും സിഗരറ്റും മാത്രമായിരുന്നു നായകന്റെ ഹീറോയിസം കാണിക്കുവാനുള്ള അളവുകോൽ എങ്കിൽ കഞ്ചാവ് ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരിയാണ് നായകനും നായികയും ഒക്കെ ഉപയോഗിച്ച് അതിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. സമൂഹത്തിന് മാതൃക ആകേണ്ട എത്രയോ നടീനടന്മാരെയും സംവിധായകരെയും MDMA ഉപയോഗിച്ച് എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഹൽഗാം ആക്രമണം അടക്കം ഒന്നിലും ഒരഭിപ്രായവും ഈ സെലിബ്രിറ്റികൾക്ക് ഇല്ലായിരുന്നു. സിനിമകളിലെ ആക്രമണങ്ങൾ കണ്ട് കുട്ടികളിലും ചെറുപ്പക്കാരിലും യഥാർത്ഥ ബോധം കുറയാൻ ഇത് കാരണമാകുന്നു. സിനിമകളിലെ അമിതമായ സംഘടനകളും അതുപോലെ തന്നെ ക്രൂരതയും കാണുമ്പോൾ അത്തരം രീതികൾ അനുകരിക്കാൻ ചിലർ മുതിരാറുണ്ട്. ലഹരി ഉപയോഗം, തെറ്റായ ജീവിത ശൈലികൾ എന്നിവ സിനിമയിൽ ഗ്ലാമറൈസ് ചെയ്ത് കാണിക്കുന്നത് സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു, അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നു.